നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന ടറോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. രണ്ടിന്റെയും ലിങ്കും കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് എത്തി നോക്കാം. ഈ വ്യക്തിയുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പോകാം. നിങ്ങളെക്കുറിച്ചുള്ള ഈ വ്യക്തിയുടെ ചിന്താഗതിയും പ്രധാന ഉദ്ദേശവും എന്താണെന്ന് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് പ്രധാനപ്പെട്ട ഉദ്ദേശം, ചിന്താഗതി, നിങ്ങളോടുള്ള താല്പര്യം, സമീപനം, മനോഭാവം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. മുഴുവനായിട്ടുള്ള ഊർജം എടുത്തിട്ടാണ് ഇന്ന് വായിക്കുന്നത്. ഇന്നത്തെ ഊർജത്തിൽ, ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് വളരെയധികം ഒരു ഇച്ഛാശക്തിയുള്ള, അല്ലെങ്കിൽ എന്ത് കാര്യത്തെയും പ്രാവർത്തികമാക്കി എടുക്കാൻ കഴിവുള്ള, മനോഭാവമുള്ള ഒരു വ്യക്തിയെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ പോസിറ്റീവ് ചിന്താഗതി തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ളത്. ഒരിക്കലും അണയാത്ത തീ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും തീ എന്ന് പറയുന്നത് അത്രയും ഊർജമായിട്ടുള്ള ഒരു എലമെന്റ് ആണ്. അതിനോടൊപ്പം തന്നെ അതിൻ്റെതായിട്ടുള്ള ഊർജമുണ്ട്, അതുപോലെ പവറുണ്ട്, ശക്തിയുണ്ട്. എന്തിനേയും നിഗ്രഹിച്ച് കത്തിച്ചാമ്പലാക്കി കളയാനുള്ള കഴിവുണ്ട്. ഇതേ ഒരു ഊർജമാണ് ഈ വ്യക്തിയിൽ നിന്നും ഇന്നത്തെ വായനയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ ഈ വ്യക്തിയുടെ നാളിന്റെ പേരിലോ അല്ലെങ്കിൽ ജനന സമയങ്ങളിലോ വളരെയധികം പ്രത്യേകതകൾ ഉണ്ടായിരിക്കാം. വളരെയധികം തലയുയർത്തി നിൽക്കുന്ന, എന്തിനോടും ഒരു ഭയവും ഇല്ലാത്ത ഒരു വ്യക്തി തന്നെയായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഈ വ്യക്തി വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. വിജയിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിലല്ല, സ്വന്തം കഴിവ് തെളിയിച്ച് യാതൊരു തരത്തിലുള്ള കുറുക്കുവഴിയും ഉപയോഗിക്കാതെ, സ്വീകരിക്കാതെ സ്വന്തം കഴിവോടുകൂടി വിജയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന ഊർജമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഈ വ്യക്തിക്കുള്ളത്. സ്വന്തമായി തന്നെ വിശ്വാസവും, അതുപോലെ ദൈവത്തിൽ വിശ്വാസവും, അനീതി ചെയ്യാത്ത ഒരു പേഴ്സൺ. നിങ്ങളെ ലഭിച്ചത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. അതൊരിക്കലും ഇനി മാറുകയുമില്ല. നിങ്ങളോടുള്ള കൃത്യമായിട്ടുള്ളൊരു നിലപാട്, അതുപോലെ ലക്ഷ്യബോധം ഈ വ്യക്തിക്കുണ്ട്. അത് നമുക്ക് കൃത്യമായി തന്നെ കാണുവാൻ സാധിക്കുന്നു. ലക്ഷ്യബോധം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണോ കണ്ടുമുട്ടിയത്, നിങ്ങളെ എന്തിനാണോ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്, അത് കാമുകിയോ ഭാര്യയോ ആരുമായിക്കൊള്ളട്ടെ, അത് തീർത്തും പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വ്യക്തിയുടെ ഓരോ പരിശ്രമവും. അതുകൊണ്ട് പരിശ്രമം എത്രത്തോളം വിജയിപ്പിച്ചെടുക്കുവാൻ സാധിക്കുന്നുവോ അത്രയും യാഥാർത്ഥ്യമാക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റം ഈ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് പോലും വളരെ മനോഹരമായി തന്നെയാണ്. നിങ്ങളോട് ദേഷ്യപ്പെടുവാനോ, മനസ്സുകൊണ്ട് വഴക്ക് കാണിക്കാനോ, നിങ്ങളെ കുറ്റം പറയുവാനോ, കുറ്റം കണ്ടെത്താനോ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല. ഇത്രയും സ്നേഹിക്കുന്ന ഇതുപോലൊരു വ്യക്തി ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്രയും ചങ്ക് പറിച്ചു തരുന്ന രീതിയിലുള്ള ഒരു സ്നേഹമാണ് ഈ വ്യക്തിക്കുള്ളത്. അത് മാത്രമല്ല, ഇതൊരു പക്ഷെ പൂർവ്വകാല ജന്മമായിരിക്കാം. കുറെ ജന്മങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും തന്നെ കണ്ടുമുട്ടി ഒരുമിച്ച് ജീവിച്ചു പോയവരും ആയിരിക്കാം, അല്ലെങ്കിൽ ജീവിച്ച് പറ്റാതെ പോയവരും ആയിരിക്കാം. അതുകൊണ്ടാണ് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ രണ്ടുപേരും തന്നെ ഒരേ തലത്തില് ആയി വന്നത്. നിങ്ങളെ കാണുമ്പോൾ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകൾ വരുന്നുണ്ട്. കൂടുതലും അത് അനുയോജ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പരിചയമുള്ള ഒരു ഊർജമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത്. അതായത് ഈ വ്യക്തിയുടെ കുടുംബത്തിലെ ഒരാൾ, എപ്പോഴും കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി, തൻ്റെ വീട്ടിലെ ഒരു അംഗം, അങ്ങനെയാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. അല്ലാതെ പുറത്തു നിന്ന് ഒരു വ്യക്തിയായിട്ടോ, വേറെ വീട്ടിലെ ഒരു അംഗമായിട്ടോ, വേറെ വീട്ടിലെ ഒരു വ്യക്തിയായിട്ടോ ഈ പേഴ്സൺ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ചിന്താഗതിയുണ്ട്, ആശങ്കകളുണ്ട്. നിങ്ങളെ മറ്റാർക്കും വിട്ടുകൊടുക്കാനൊന്നും ഈ പേഴ്സൺ തയ്യാറല്ല. തമാശയ്ക്കോ അല്ലെങ്കിൽ
ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഫലിതം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടാകാം. പക്ഷെ അതൊരിക്കലും മനസ്സിൽ തട്ടി പറയുന്നതല്ല. നിങ്ങളെ വേർപിരിയുക എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തോൽക്കുന്നതിന് തുല്യമാണ്. പരാജയം ഏറ്റുവാങ്ങാൻ യാതൊരു തരത്തിലും മനസ്സില്ലാത്തൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാം, ഉള്ളത് കൊണ്ട് തൃപ്തി അണയാം, അങ്ങനെ ഒരു മനോഭാവം ഈ വ്യക്തിക്കില്ല. എന്താണോ തീരുമാനിച്ചിട്ടുള്ളത്, എന്താണോ വേണ്ടത്, അത് പരിപൂർണതയിലേക്ക് എത്തിച്ചു കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കും. അതിന് യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല. നല്ല രീതിയിലുള്ള ഒരു മാറ്റത്തെ സൂചിപ്പിക്കുന്നു. മൂർച്ചയേറിയ വാളിന് തുല്യമാണ് ഈ വ്യക്തിയുടെ ചില സമയത്തെ പ്രവൃത്തികൾ. അത് നിങ്ങൾക്ക് പോലും ഒരു ഭയം ഉളവാക്കുന്നതും ആയിരിക്കാം. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിയുടെ സ്ഥാനം അത്രയും വലുതാണ് എന്നുള്ളത് ഈ വ്യക്തിക്ക് അറിയാം. കാരണം ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സങ്കടപ്പെടുത്തുന്നതും ഒറ്റപ്പെടുത്തുന്നതുമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ പിന്നിൽ തക്കതായ ഒരു വിശദീകരണം ഉണ്ടാകും, അല്ലെങ്കിൽ തക്കതായ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അതുകൊണ്ട് ചില സാഹചര്യങ്ങളെ അടിസ്ഥാനപരമാക്കി ചിലപ്പോൾ ആ ഒരു അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ കുറച്ച് റഫായിട്ട് പെരുമാറേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും ഒരിക്കലും ഇഷ്ടമില്ലാത്തതോ താല്പര്യമില്ലാത്തതോ അല്ല. ഈ വ്യക്തി ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തന്നെയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. അപ്പൊ കാത്തിരിക്കുക എന്ന് പറയുന്നത് അത് വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാകുന്നത്, സംഘർഷം, പ്രശ്നം, കലാപം ഇങ്ങനെയുള്ളതൊന്നും വേണ്ട, ശാന്തമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ശാന്തമായിട്ട് നിൽക്കുന്നത്. അല്ലാത്ത പക്ഷം വളരെ പോസിറ്റീവായിട്ടും എന്തിനേയും നേരിടാനുള്ള തൻ്റെ ഇടത്തോടു കൂടിയും ഉത്തേജനത്തോടു കൂടിയും തന്നെയാണ് ഈ പേഴ്സൺ പോകുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ നിങ്ങൾ ചെറുപ്പകാലം തൊട്ട് തന്നെ കളിക്കൂട്ടുകാരായിരിക്കാം. വീട്ടുകാർ തമ്മിൽ പണ്ട് തൊട്ട് തന്നെ ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം നിങ്ങളുടെ രണ്ടുപേരുടേത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അത് ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ഈ പേഴ്സന്റെ ജീവിതത്തിലും വന്നു എന്നുള്ളത് വളരെ യാദൃശ്ചികമാണ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സോൾ കണക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. സ്നേഹത്തിന്റെ പാനപാത്രങ്ങൾ നിറഞ്ഞു തുളുമ്പുന്നതായി നമുക്കിവിടെ വളരെ വ്യക്തമായി കാണാം. വാൺസിന്റെ എനർജി ഏറ്റവും കൂടുതൽ ആകർഷണത്തെ സൂചിപ്പിക്കുന്നു. സോർട്സിന്റെ എനർജി ഏറ്റവും കൂടുതൽ ധൈര്യത്തെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ തൊട്ടാൽ മുറിയും എന്നുള്ളത് ശത്രുക്കൾക്കറിയാം. അതുകൊണ്ട് തന്നെ മറ്റു പലവരും ഈ ഒരു ബന്ധത്തെ തകർക്കുവാൻ നോക്കിയിട്ട് പോലും അത് കുറച്ചു നാളത്തേക്ക് മാത്രമേ അതുണ്ടായിരുന്നുള്ളൂ. അത് പരിപൂർണമാക്കാനോ നിങ്ങളെ രണ്ടുപേരെ വേർപിരിക്കാനോ സാധിച്ചില്ല. ശത്രുക്കൾ തോറ്റുപോവുകയും ചെയ്തു എന്നുള്ളത് ചരിത്ര സത്യമാണ്. ഈ വ്യക്തിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതും അത്രയും ശുദ്ധകരമായിട്ടുള്ള ഒരു ഉദ്ദേശം തന്നെയാണ്. എന്തിനാണോ നിങ്ങളെ കണ്ടുമുട്ടിയത്, നിങ്ങളെ സ്നേഹത്തിലാക്കിയത്, അതൊരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അത് മറ്റുള്ളവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഈ വ്യക്തിയുടെ ലക്ഷ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.